എന്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത് എന്ന് പഠിക്കാനോ അന്വേഷിക്കാനോ തയ്യാറാവാത്ത ഗവൺമെന്റാണ് നമ്മുടേതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഉത്തരവാദിത്തബോധമില്ലാതെയാണ് അവർ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നത്. നിരവധി ആൾക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാനായി പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ പല കോളേജുകളിലും വ്യത്യസ്ത കോഴ്സുകളിലായി നിരവധി സീറ്റുകൾ ഒഴിവുണ്ട്. ആൾക്കാരില്ലാത്ത അവസ്ഥയാണ് കണ്ടുവരുന്നതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിഷയത്തെക്കുറിച്ച് ഇവിടുത്തെ ഭരണപക്ഷം ഇതുവരെ വായ തുറന്നിട്ടില്ല എന്ന് മാത്രമല്ല, അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഇവിടെ ഉള്ളതിനേക്കാൾ ഉത്തമമായ പഠന സാഹചര്യമാണ് മറ്റു രാജ്യങ്ങളിലുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നതിയിലെത്തിക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന രീതിയിലേക്ക് മാറ്റണം. പക്ഷേ ഇവിടെ ഇപ്പോഴും ഇഷ്ടക്കാരെ യൂണിവേഴ്സിറ്റി തലപ്പത്ത് നിയമിക്കുക, VC ആക്കുക, ബന്ധുക്കൾക്ക് ബാക്ക് ഡോർ വഴി ജോലി കൊടുക്കുക, അത്തരം കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇവരുടെ പ്രയോറിറ്റി ഇഷ്ടക്കാരെ യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്ത് നിയമിക്കുക, ഇഷ്ടക്കാരായ ആളുകളെ വൈസ് ചാൻസലർമാരാക്കുക, PVC-മാരാക്കുക, രജിസ്ട്രാർമാരാക്കുക, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആക്കുക. എന്നിട്ട് ഇഷ്ടക്കാരായ ആളുകളെ ബന്ധുക്കളെ ബാക്ക് ഡോറിലൂടെ അപ്പോയിന്റ്മെന്റ് നടത്തുക അധ്യാപകരെ. ഇതല്ല നടക്കുന്നത്. ഇതല്ലാതെ വേറെ എന്താ നടക്കുന്നത്? എന്ത് സിൻഡിക്കേറ്റ് യോഗങ്ങൾ കൂടിയാൽ അല്ലെങ്കിൽ അക്കാഡമിക് കൗൺസിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ഗൗരവതരമായ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച ഏത് വിഷയമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്? ഒരു വിഷയമില്ല. വിഷയം മുഴുവൻ ഇതാണ്. ഏത് ബാക്ക് ഡോർ അപ്പോയിന്റ്മെന്റ്സ് ആണ്. സ്റ്റാഫായി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരാളെ സ്റ്റുഡന്റ് ഡീനായി നിയമിച്ചിരിക്കുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വയലേഷൻ ഓഫ് ദ റൂൾസ് ആണ്. വളരെ വ്യക്തമായിട്ട് അറിയാം എല്ലാവർക്കും. കൃത്യമായി വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇഷ്ടക്കാർക്ക് കോഴ്സിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി റൂൾസ് മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനെ തെറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക, എന്നിട്ട് സിൻഡിക്കേറ്റ് അംഗീകാരം കൊടുക്കുക, എന്നിട്ട് തോന്നിയതുപോലെ ചെയ്യുക. ഖജനാവിന് പട്ടി വെറ്റി കിടക്കുകയാണ്. ആരുമില്ലാത്തതാണ് പട്ടി വെറ്റി കിടക്കുന്നത്. ലിറ്ററലി വെറുതെ പറയല്ല, എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, ശരിക്കും പട്ടി വെറ്റി കിടക്കുക. കാരണം ഈ ഇപ്പോഴത്തെ ഒരു സാധനം ഉണ്ടല്ല, ഈ അശ്ലീല നാടകം നവകേരള സദസ്, അത് തുടങ്ങുന്നതിന് മുമ്പ് 5 ലക്ഷം രൂപയെ കൂടുതലുള്ള ചെക്ക് മാറില്ല. ഇപ്പൊ ഇതിന്റെ ഇടയിൽ ധനകാര്യ മന്ത്രി വിളിച്ചു പറഞ്ഞു 1 ലക്ഷം രൂപയെ കൂടുതലുള്ള ചെക്ക് മാറില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും 1 ലക്ഷത്തിൽ താഴെയുള്ള ചെക്ക് മാറണം, മേടിച്ചു വയ്ക്കും, പിന്നെ തരാമെന്ന് പറയും. അതായത് ട്രഷറി പൂട്ടി താഴെത്തു. പ്രേമചന്ദ്രൻ കീഴോത്ത് റിപ്പോർട്ട് അവതരണം നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, റോണി ജോർജ്, A. എബ്രഹാം, ജയൻ ചാലിൽ, ഷിനോ പി. ജോസ് എന്നിവർ സംസാരിച്ചു.